പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. ഇതൊരു അഡീനിയം സ്പെഷ്യൽ വീഡിയോയാണ്. നമ്മൾ സൺഡേ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഡീനിയം കുറച്ച് പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്, കുറച്ച് വെറൈറ്റികൾ വന്നിട്ടുണ്ട്. ഒത്തിരി വെറൈറ്റികൾ ഇല്ല കേട്ടോ. നമ്മൾ ബൾക്കായിട്ടൊക്കെ ചെയ്യുന്ന പോലെ അത്രയും സ്റ്റോക്ക് വന്നിട്ടില്ല, കുറച്ച് മാത്രമേ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാനതൊരു 10 നമ്പറായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നിൻ്റെ ചിലതിൻ്റെയൊക്കെ സ്ലൈറ്റ് ഡിഫറൻസേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതെല്ലാത്തിനും 10 കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാറ്റലോഗിലും കൊടുത്തേക്കാം കേട്ടോ. ഞാൻ കാണിച്ചു പോകാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ. അഡീനിയം ആയതുകൊണ്ട് ഇത് തന്നെ ഹൈലി ഡിമാൻഡഡ് വെറൈറ്റി ആണെന്ന് അറിയാലോ അഡീനിയം. അപ്പോൾ നമുക്ക് എപ്പോൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോഴും കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റുകളാണ്, നല്ല മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. എല്ലാത്തിനും തന്നെ ഫ്ലവർ ഉണ്ട് കേട്ടോ. ഫ്ലവർ ഉള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് വിടുക. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കിട്ടുമ്പോഴത്തേക്കും ചിലതിൻ്റെയൊക്കെ പൂക്കളൊക്കെ ഒന്ന് കൊഴിഞ്ഞിട്ടുണ്ടാകാം, എന്നാലും മിക്കതും തന്നെ മുട്ടുകൾ ഉണ്ടായിരിക്കും കേട്ടോ. ഇപ്പം മിക്കതും തന്നെ ഇതായിട്ടാണ് നിൽക്കുന്നത്. മിക്കതിലും തന്നെ മുട്ടുകളും അതൊക്കെ ഉണ്ട്. അപ്പോൾ ചിലത് ഇപ്പോൾ അടീനിയത്തിൻ്റെ ഇതും അറിയാലോ, ഒന്ന് പാക്ക് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ഒന്ന് അടീനിയത്തിൻ്റെ പൂക്കളൊക്കെ കൊഴിയാനുള്ളൊരു സാധ്യതയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു 10 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചത്. അപ്പോൾ അതെല്ലാം നമ്പർ വൈസ് തന്നെ കാറ്റലോഗിൽ കൊടുത്തേക്കാട്ടോ. അപ്പോൾ താല്പര്യമുള്ള വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ. കാറ്റലോഗിൽ നിങ്ങൾ കണ്ടില്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആയി എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു യെല്ലോയും ഒരു മജന്തയും കൂടെ ചേർന്നിട്ടുള്ളത്. വിരിഞ്ഞ് വന്നിട്ടില്ല കേട്ടോ. അത് ഇതിൽ മുട്ടുകളൊക്കെ ഉണ്ട്, ബാക്കിയുള്ളതിൽ മുട്ടുകളുണ്ട്, പക്ഷെ വിരിഞ്ഞ് അങ്ങോട്ട് വന്നിട്ടില്ല. ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഒരു ചെറിയൊരു പ്യുവർ യെല്ലോ ആയിട്ടല്ല വരുന്നത്, ഒരു ക്രീം കളർന്നിട്ടുള്ളൊരു യെല്ലോയും അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു മജന്ത ഷെയ്ഡും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണം. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ. നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് കേട്ടോ. നല്ലോണം കോഡക്സ് ഒക്കെ വലുതായി. നിങ്ങൾക്കറിയാലോ ഈ അഡീനിയത്തിൻ്റെ റേറ്റ് വരുന്നത് പ്രായത്തിൻ്റെ അനുസരിച്ചാണ്. പിന്നെ കോഡക്സിൻ്റെ ഒക്കെ വലുപ്പം അനുസരിച്ചായിട്ടാണ്. അപ്പോൾ ചെറിയ പ്ലാന്റുകളാകുമ്പോൾ അതനുസരിച്ചുള്ള റേറ്റ് കുറവായിരിക്കും. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണല്ലോ, നല്ലോണം വേരുകളൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. കൊക്കോപീറ്റിലാണ് കേട്ടോ പ്ലാന്റുകൾ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ്. ഇത് കണ്ടോ, നിറച്ചും വീഴും, എന്നാലും പ്രശ്നമില്ല. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വേരുകൾ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കൊക്കോപ്പിറ്റ് ഇത് ഈ കുഞ്ഞു ഇതൊക്കെ വേരുകളാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും കൊക്കോപ്പിറ്റ് ഫുള്ള് കളയുക. അതിനുശേഷം പോട്ടി മിക്സിലേക്ക് മേത്തൊക്കെ ആയി പിന്നെ നമ്മളുടെ പോട്ടി മിക്സിലേക്ക് മണലൊക്കെ ചേർന്നിട്ടുള്ളൊരു പോട്ടി മിക്സിലേക്ക് നടുക കേട്ടോ. നട്ടതിന് ശേഷം വെള്ളം കുറച്ച് കൺട്രോൾ ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് വെയിലത്തേക്ക് വെച്ചു എന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. ഇലകൾ കൊഴിഞ്ഞു എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇലകൾ കൊഴിഞ്ഞോട്ട് ഒരു പ്രശ്നമില്ല. അടിയിൽ നന്നായിട്ട് തന്നെ പിടിച്ചു വന്നോളൂ കേട്ടോ. ഒരു പ്രശ്നമില്ലാണ്ട് അത്രയും വേരുകളൊക്കെ ഉള്ള പ്ലാന്റുകളുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ കാണിച്ചത് ഒന്നാണ് കേട്ടോ, നമ്പർ 1 ആണ് കാണിച്ചത്. ഇനിയുള്ളത് നമ്പർ 2 ആണ് കേട്ടോ. ചിലതിന് ചെറിയൊരു ഡിഫറൻസുകളുടെ ബേസിസ് ചെയ്ത് നമ്മൾ നമ്പർ 2 കൊടുത്തേക്കുന്നത് കേട്ടോ. അതാ അങ്ങനെ കാറ്റഗറി തിരിച്ചാണ്. ഇതാണ് കളർ വരുന്നത് കേട്ടോ. ഇങ്ങനെ ഇത് കണ്ടോ, ഒരു ലൈറ്റ് പിങ്കും മജന്തയും ഒക്കെ ചേർന്നിട്ടുള്ളൊരു കളറാണ് വരുന്നത് കേട്ടോ. ഇതാണ് പ്ലാന്റുകൾ വരുന്നത്. ഈ ഒരു സൈസൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ പ്ലാന്റുകൾ. എല്ലാത്തിനും തന്നെ നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ഈ റൂട്ടുകളൊക്കെ ഇങ്ങനെ വരുന്നെങ്കിൽ അറിയാലോ, പ്രായമായി കഴിയുമ്പോഴാണ് അങ്ങനെയൊക്കെ വരുള്ളൂ. ചെറിയ പ്ലാന്റുകളാണെങ്കിൽ ഇത്രയും ഇങ്ങനെയുള്ള റൂട്ടുകളൊന്നും വരത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ 2 ഇതാണ് കേട്ടോ. ഇനി 3 എന്നുള്ളത് ഒരു സിംഗിൾ പെറ്റാണ്, പക്ഷെ അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. സിംഗിൾ പെറ്റിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. സിംഗിൾ പെറ്റിലാകുമ്പോൾ എപ്പോഴും പൂക്കളുണ്ടാവും. സിംഗിൾ പെറ്റിലാകുമ്പോൾ വെച്ച് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഗ്രാഫ്റ്റ് ചെയ്ത ഏരിയ ഉണ്ടോ, ഗ്രാഫ്റ്റഡ് പ്ലാന്റ് തന്നെയാണ്. പക്ഷെ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ലൊരു വയലറ്റും മജന്തയും കൂടെ ചേർന്നിട്ടുള്ള ഒരു വെറൈറ്റി. ഈ സിംഗിൾ പെറ്റിൽ നിന്ന് ഒരു പ്രത്യേകത ഉണ്ട്, എപ്പോഴും പൂക്കൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് സിംഗിൾ പെറ്റിൽ വരുന്നത്. ക്ലോസ് 3 ആണ് കേട്ടോ നമ്പർ വരുന്നത്. ഈ 4 നമ്പർ 4 നല്ല പ്ലാന്റ് ആണ് വരുന്നത്, നല്ല വെയിറ്റ് ആണ്. 4 ഇതാണ്. ഇത് ബോൺസൈ ഒക്കെ ആയിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ ചൂസ് ചെയ്യാമേ. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതൊരു ഇങ്ങനെയാണ് വരുന്നത്. ഒരു ചെറിയൊരു യെല്ലോയും ഒരു ഓറഞ്ച് കലർന്നിട്ടുള്ളൊരു യെല്ലോ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പൂ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇത് മൾട്ടിപ്പെറ്റിൽ തന്നെയാണ്, പൂ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ. മുട്ടുകളൊക്കെ ഉണ്ട്. മുട്ടുകളൊക്കെ ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ കുറച്ച് മുട്ടുകളൊക്കെ കൊഴിയുമല്ലോ, അത് സ്വാഭാവികമാണല്ലോ. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ മുട്ടുകളൊക്കെ കൊഴിഞ്ഞ് പോയിട്ടും ഉണ്ടാകാം കേട്ടോ. അത് ഓർത്തിരിക്കുക കേട്ടോ. പക്ഷെ അങ്ങനെ ഡാമേജ് ഒന്നും വരില്ല, പ്ലാന്റുകളല്ലേ. ഇത് നമ്പർ 5 വരുന്നത് ഈ ഒരു കളറാണ് വരുന്നത്. നമ്പർ 5 നല്ല വലിയ പ്ലാന്റുകളാണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നമ്പർ 6 വരുന്നത് ഒരു വയലറ്റ് ചേർന്നിട്ടുള്ള ഒരു കളറാണ് വരുന്നത് കേട്ടോ. നമ്പർ 6 ഈ ഒരു കളറാണ് വരുന്നത്.
ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഒരു ഡാർക്ക് ഇതാ ഇങ്ങനെ എന്ത് കളർ എന്നൊക്കെയാണ് പറയുന്നത്, റെഡിൻ്റെ ഒരു ഡാർക്ക് ടൈപ്പ്, റെഡ് അല്ല ഒരു മജന്തയുടെ ഡാർക്ക് ഇതായിട്ട് വരുന്നത് നല്ല പ്ലാന്റാണ് വരുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ ഇത് നമ്പർ 6 ആണ് വരുന്നത്. ഞാൻ ഈ രീതിയിൽ തന്നെ ഇതിൽ കൊടുത്തേക്കാം കേട്ടോ, കാറ്റലോഗിൽ കൊടുത്തേക്കാം. പിന്നെ നമ്പർ 7 വരുന്നത് ഇങ്ങനെയാണ്. ഇതൊരു ഒറ്റ കളറാണ് ഇതിന് വരുന്നത് കേട്ടോ. നല്ല ഡാർക്ക് മജന്ത, റെഡ് എന്ന് പറയാൻ പറ്റില്ല, മജന്ത എന്നും പറയാൻ പറ്റില്ല, എന്തോ കളർ, നല്ല ഡാർക്ക് കളറ്, മജന്ത അല്ല റെഡും അല്ല, ആ ഒരു കളറാണ് വരുന്നത്. നല്ല ഭംഗിയാണ് വരുന്നത് കേട്ടോ, മജന്തയുടെയും റെഡിൻ്റെയും ഒരു കോമ്പിനേഷൻ. നല്ല പ്ലാന്റ് ആണേ. ഇതാ ഇങ്ങനെ നമ്പർ 7 ആണ് വരുന്നത്. പിന്നെ നമ്പർ 8 വരുന്നത് നമ്മുടെ ഒരു വയലറ്റിൻ്റെ ഒക്കെ ഷെയ്ഡില്ലേ, വയലറ്റിൻ്റെ ഒക്കെ ഡാർക്ക് കളർ വരാറുള്ളത്, നമ്മളിത് നേരത്തെ കൊണ്ടുവരാറുണ്ടായിരുന്നു. അപ്പോൾ ആ അതേ പ്ലാന്റ് ആണ് കേട്ടോ അത് വരുന്നത്. ഇങ്ങനെ വയലറ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ബ്ലാക്ക് എന്നും പറയാൻ പറ്റില്ല, അതേ ഒരു കളറാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഇലകൾക്കും പ്രത്യേകത ഉണ്ടാവും. ഇതിൻ്റെ ഈ കളർ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയുമ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പ്ലാന്റുകൾ വന്നതായിരുന്നേ, അത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. അത് നല്ല ഡിമാൻഡുള്ള വെറൈറ്റി തന്നെയാണ്. ഇതിൻ്റെ ഇലകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇലകൾ ഒരു എന്താ പറയുക, ഒരു ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഇലകളാണ്. ഇലകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് കണ്ട നമുക്ക് ഇലകൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് കളർ അറിയാൻ പറ്റും. എനിക്കിത് വയലറ്റ് ഈ കളർ ഭയങ്കര കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡിഫറൻസുകൾ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് ചെടികൾ ഇപ്പോൾ ഇത്രയൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ചുകളൊക്കെ നമുക്ക് ഇലകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇത് ഇപ്പോൾ 8 ആണ് കാണിച്ച്, ഇത് 9 ആണ് കേട്ടോ. 9 അതുപോലെ തന്നെ ഒരു ഡാർക്ക് ഇത് വരുന്നതാണ്. അത് കണ്ടോ, ഒരു വയലറ്റിൻ്റെ ഡാർക്ക്, വയലറ്റ് എന്ന് പറയാൻ പറ്റില്ല, ബ്ലാക്ക് എന്നും പറയാൻ പറ്റില്ല. ഇതിൽ തമ്മിൽ രണ്ടിലും കളർ വ്യത്യാസമുണ്ട് കേട്ടോ. പൂക്കളുടെ കണ്ടോ കളർ വ്യത്യാസമുണ്ട്, ഇലകൾക്കും വ്യത്യാസമുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു നാരോ ലീഫ് പോലത്തെയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഇലകൾക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരോ നമ്പറുകളായിട്ട് തിരിച്ചേക്കണം. എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഡിഫറൻസ് ആണെങ്കിലും ചിലവരുടെ കയ്യിൽ അതൊക്കെ ഉണ്ടാവുമല്ലോ. ഈ അടീനിയൊക്കെ ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കളറുകൾ വരുന്നതുകൊണ്ട് ചെറിയ ഡിഫറൻസിൽ ഉണ്ടാവുമല്ലോ. 9 ആണ് കേട്ടോ ഇതിൻ്റെ നമ്പർ വരുന്നത്. ഇതാ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റുകൾ വരുന്നത് കേട്ടോ. ഇനി 10 ആണ് വരുന്നത്, 10ാമത്തെ ലാസ്റ്റ് നമ്പറാണ് വരുന്നത്. അതായത് ഈ ഒരു കളറിലാണ് വരുന്നത് കേട്ടോ. ഒരു പിങ്കും റെഡും ഒക്കെ ചേർന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരെണ്ണം കണ്ടിരുന്നു, നേരത്തെ കണ്ടിരുന്നു. ഇത് പക്ഷേ ഇതിൽ രണ്ടിലും നമ്മൾ വ്യത്യാസമുണ്ട്. പൂക്കൾക്ക് വ്യത്യാസമുണ്ട്, ഇലകൾക്കും വ്യത്യാസമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇലകളൊക്കെ വ്യത്യാസം വരും. പൂക്കൾ ഏകദേശം സാമ്യം തോന്നിയാൽ ഇലകൾക്ക് വ്യത്യാസം വരുമ്പോഴത്തേക്ക് നല്ലൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് വലിയ ഇലയാണ്, ഇതിൻ്റെ കണ്ടോ ഒരു ചെറിയ ടൈപ്പ് ഇലയാണ്. അപ്പോൾ ഇലകൾക്കും വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനങ്ങൾക്കും വ്യത്യാസം വരും. അതുകൊണ്ടാണ് അതിനെ ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിരുന്നത്. പൂക്കൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരേപോലെയൊക്കെ തോന്നുകയും ചെയ്യും. ഇതാണ് പൂക്കൾ വരുന്നത് കേട്ടോ. നല്ല ഭംഗി. ഈ പൂവ് എന്തായാലും കൊഴിഞ്ഞിരിക്കും. അത് കണ്ടോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ 10 കാറ്റഗറി ആയിട്ട് തിരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. ഇത് 10 കാറ്റഗറി ആയിട്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക, കാറ്റലോഗിൽ ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. ഇത് അടീനി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വരുമ്പോൾ തന്നെ പ്ലാന്റ്സുകൾ എത്ര എണ്ണം വന്നാലും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് നാൾ മുമ്പ് ഫുൾ ലോഡ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു നല്ലൊരു ക്വാണ്ടിറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോംബോ ഒക്കെ ആയിട്ട് ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ അത്രയ്ക്കുള്ള ക്വാണ്ടിറ്റി ഒന്നുമില്ല, ചിലതൊക്കെ നിസ്സാര എണ്ണ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള പ്ലാന്റ്സിൻ്റെ കൂടെ വന്നേക്കുന്നതായതുകൊണ്ട് ഒത്തിരി ക്വാണ്ടിറ്റി വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് കോംബോ ഒക്കെ ആയിട്ട് ചെയ്യാത്തത്. അപ്പോൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് കേട്ടോ കാറ്റലോഗ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗ് അങ്ങനെ എടുക്കാൻ പറ്റുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കാറ്റലോഗ് എടുത്തോളൂ. കാർട്ട് ആഡ് ചെയ്തിട്ട് വേഗത്തിൽ തന്നെ സെൻഡ് ചെയ്തോളൂ കേട്ടോ. എന്താ പോട്ടി മിക്സ്, മണ്ണും മണലും ചേർന്നിട്ടുള്ള പോട്ടി മിക്സ് ആണ് വേണ്ടത്. ഞാൻ നടുമ്പോൾ കുറച്ച് മെറ്റലും കൂടെ ചേർക്കാറുണ്ട് കേട്ടോ, ബേബി മെറ്റൽ എന്ന് വെച്ചാൽ എയറേഷന് വേണ്ടിയിട്ട് നല്ലോണം വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ നമുക്ക് ഏറ്റവും ചെറിയ വാർക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ മെറ്റലുണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് ചിലവരുടെ വീട്ടിലെ മണ്ണിന് കുറച്ച് ഇങ്ങനെ പച്ചപിടുത്തമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നട്ട് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇവിടുത്തെ മണ്ണിന് കുറച്ച് പച്ചപിടുത്തം ഉണ്ട്. അപ്പോൾ ഞാൻ മെറ്റലും കൂടെ ചേർത്തിട്ടാണ് നടാറ്. തുടക്കത്തിൽ അധികം വളങ്ങളൊന്നും കൊടുക്കാറില്ല. വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നാനോ യൂറിയയാണ് കൊടുക്കുന്നത്. പിന്നെ പൂക്കളിന് വേണ്ടിയിട്ട് DAP ആണ് കൊടുക്കുന്നത് കേട്ടോ. നല്ല റിസൾട്ടാണ്. നാനോ യൂറിയൊക്കെ നമുക്ക് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം. ഇപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഒക്കെ വളർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നാനോ യൂറിയ ഉപയോഗിക്കാം കേട്ടോ. അധികം വിലയൊന്നുമില്ല, ലിക്വിഡായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഒരു 3 ml എടുത്തിട്ട് 3 ml 2 ml ഒക്കെ എടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒരു 10 ദിവസം കൂടുമ്പോഴൊക്കെ 1 ലിറ്റർ വെള്ളത്തിലാണ് കേട്ടോ, 2 ml അല്ലെങ്കിൽ 3 ml എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. 10 ദിവസത്തിൽ 1 ദിവസം അങ്ങനെ കൊടുത്താൽ മതി. നല്ല വളർച്ചയാണത്. നമുക്ക് അഗ്ലോണിമയ്ക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് പോട്ട് ഉണ്ടായിരിക്കില്ല കേട്ടോ, പോട്ട് മാറ്റിയിട്ട് തന്നെയായിരിക്കും വിടുക.
പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വിടും കേട്ടോ. ഈ ആഴ്ച തന്നെ എല്ലാം വിട്ട് തീർക്കും. നിങ്ങളുടെ കയ്യിലേക്ക് പ്ലാൻസുകൾ ഈ ആഴ്ച തന്നെ എത്തും കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഇത്രയും നല്ല ഭംഗിയിൽ തന്നെ വിടണമെന്നാണ് എനിക്കും ആഗ്രഹം. അപ്പോൾ നല്ല സേഫ് ആയിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ എത്തും കേട്ടോ. പ്രൊഫഷണൽ DTDC 2 കൊറിയർ വഴിയാണ് നിങ്ങൾക്ക് പ്ലാൻസുകൾ അയക്കുക. പിന്നെ വിതിൻ 2 days എല്ലായിടത്തും കിട്ടും കേട്ടോ. പിറ്റേ ദിവസം തന്നെ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം കിട്ടും. ഇനി ബാക്കിയുള്ള പ്ലാൻസുകളൊക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ കാറ്റലോഗിലുണ്ട്. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അതിലത്തോട് സെർച്ച് ചെയ്തോളൂ, അതൊക്കെ ഓർഡർ ചെയ്തോളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അതുകൂടാതെ നിങ്ങൾക്ക് വേറെ പ്ലാൻസുകളും ഉണ്ടെങ്കിൽ അഗ്ലോണിയം പ്ലാൻസുകളൊക്കെ പുതിയത് വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.